Good morning, children. A warm welcome to another biology class. Okay, in the previous class, we already discussed about the reaching the age of adolescence. In the first class, we already dealt about what is adolescent and puberty, and also mean changes that occurring at puberty. Okay, we know that many changes are occurring at puberty, and that's about the previous class. So let us move into the next part of this chapter, that is secondary sexual characters. Okay, what is secondary sexual characters? I think all of you are keeping fine, and now let us move into the next part of our this chapter, that is secondary sexual characters. I think all of you are understood the previous class very well. So let us move into the today's class. Okay, I think all of you are listen. Okay, so please listen. In both girls and boys, secondary sexual characters will generate. ബോയ്സിലായാലും ഗേൾസിലായാലും പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ചില സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓക്കെ, നമ്മൾ ഫിസിക്കലി ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ബോഡി ഷേപ്പിലും വോയിസിലും അതുപോലെ തന്നെ അവരുടെ ഹൈറ്റിലും അവരുടെ മെൻ്റൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ എന്ന കാര്യങ്ങളിലെല്ലാം അവർക്ക് മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ മെത്തേഡിലും അവർക്ക് ഒരുപാട്, അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ദിസ് ക്ലാസ് വിൽ ഡീൽ വിത്ത് ദ സെക്ഷൽ ക്യാരക്ടേഴ്സ് ഓഫ് ദി അഡോളസൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ്. In the first we deal with in the case of boys, and second to the girls. Okay, what the changes is occurring in boys in sexual means, the first they produce sperms. Okay, in them, in boys, they after puberty they become to produce sperms. അവരിൽ sperms production തുടങ്ങും. അതുപോലെ തന്നെ also the production of facial hairs. നമുക്കറിയാലേ, നിങ്ങൾ അഡോളസൻസിനെ നിങ്ങൾക്കിടയിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫേസിൽ മൊസ്റ്റാഷ്, അതുപോലെ തന്നെ ബിയേർഡ്, അതുപോലെ തന്നെ ചെസ്റ്റിൽ, അതുപോലെ തന്നെ പ്യൂബിക് റീജിയൻസിലൊക്കെ നിങ്ങൾക്ക് ഹെയർസ് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. അതിനെയാണ് എന്ത് പറയുക, ദാറ്റ് ഈസ് ഹെയർ ഗ്രോത്ത് ഈസ് ഒക്യറിങ് ഡ്യൂറിങ് പ്യൂബർട്ടി ഇൻ വേരിയസ് റീജിയൻസ് ഓഫ് അവർ ബോഡി. ഓക്കെ, ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഹെയർസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ദെൻ ഓൾസോ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്. ഓക്കെ, then what in the case of girlsലാണെങ്കിൽ they produce ova. Okay, we know that the female reproductive system, and there is the ovary. Two ovaries are present. These ovaries begin to produce ova. Okay, ഈ ഓവറീസിൽ എന്തിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങും, അവരുടെ ഫീമെയിലിൻ്റെ ഗ്യാമറ്റ് ആയിട്ടുള്ള ഓവ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ആൻഡ് ഓൾസോ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഗേൾസ് ഓൾസോ ഒക്യറിങ് ദ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അവരുടെ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റും ബിഗിൻ ചെയ്യും. ഓക്കെ, the above mentioned special features help to distinguish the male from the female are called secondary sexual characters. Okay, അതായത് ഇങ്ങനെയുള്ള ഈ അഡോളസെന്റ് പീരീഡിൽ, ദറ്റ് ഈസ് ആഫ്റ്റർ അറ്റൈനിങ് പ്യൂബർട്ടി, അവർ മെച്യൂരിറ്റി, ഫിസിക്കലി മെച്യൂർ ആയതിനു ശേഷം അവരിൽ ഇത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. ഗേൾസിലും വ്യത്യസ്തമാണ്, ബോയ്സിലും വ്യത്യസ്തമാണ്. ഈ വരുന്ന ഈ ചേഞ്ചസിനെയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. എന്താ പറയുന്നത്, secondary sexual characters. Once again, the above mentioned special features. What is the above mentioned? These are the features. Okay, ഈ features help to distinguish, അത് എന്തിനു സഹായിക്കും, മെയിലിനെയും ഫീമെയിലിനെയും പരസ്പരം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നതിന് സഹായിക്കും. ഡിസ്റ്റിങ്ക്യൂഷ് ഫ്രം മെയിൽ ആൻഡ് ഫീമെയിൽ ആർ കോൾഡ് secondary sexual characters. Okay, I think all of you are clear. During the onset of puberty, certain special hormones will produce in both girls and boys, which is responsible for the above mentioned changes. ഈ പറഞ്ഞ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ബോത്ത് ഇൻ കേസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പോൾ ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. ബോയ്സിലും ഗേൾസിലും ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി എവറി ചേഞ്ചസ് ദാറ്റ് ഒക്കറിങ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ദീസ് സ്പെഷ്യൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഹോർമോൺസ്. വാട്ട് ഈസ് കോൾഡ് ഹോർമോൺസ്. ഓക്കെ, ഡ്യൂറിങ് ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. ഇത് ഏത് സമയത്താണ്, എപ്പോഴും ഇത് ഉണ്ടാവുന്നില്ല. അതായത് തീരെ കുഞ്ഞിൽ ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞുങ്ങളിൽ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവർക്ക് ഒരു ടീനേജ് ആവുമ്പോൾ, ദാറ്റ് ഈസ് ഓൺസെറ്റ് ഓഫ് 11-12 ഇയേഴ്സ് ആവുമ്പോൾ മാത്രമാണ് അവരിൽ ഈ
ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ആ സമയത്താണ് അവർ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് മാത്രമാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നത്. സോ ദാറ്റ് കെമിക്കൽ സബ്സ്റ്റൻസസ് are responsible for the secondary sexual characters in girls and boys. Okay, that chemical substances are called what? Hormones. Okay, അതിനെയാണ് എന്ത് പറയുന്നത്? ഹോർമോൺസ്. ഓക്കെ, ബോയ്സിലാണെങ്കിൽ എന്താണത്? ബോയ്സിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺസിനെ ഇനി നമുക്കതിനെ ഹോർമോൺ എന്ന് പറയാമല്ലോ അല്ലേ? അപ്പോൾ ഇൻ ബോയ്സിലാണെങ്കിൽ ദാറ്റ് ഹോർമോൺ ഈസ് കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ ഓർ മെയിൽ ഹോർമോൺ. ഓക്കെ, ബോയ്സിലാവുമ്പോൾ മെയിലാണെങ്കിൽ അതിനെ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് ബൈ ഹാർട്ട് ദ സ്പെല്ലിംഗ് ഓൾസോ. TESTOSTERONE, that is testosterone or male hormone. Okay, is released by testis. Okay, ആ ടെസ്റ്റിസ് ആണ് ഈ ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. സോ ഈസ് കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അത് എവിടെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് പറയാൻ എളുപ്പമാണ്. ഈസ് വെരി സിമിലർ ടു ദി ഓർഗൻ ടെസ്റ്റിസ്. ഓക്കെ, in the case of girls, the hormone is called estrogen. What is name? Estrogen. EASTROGEN. Estrogen. EASTROGEN. Estrogen or female hormone is released by ovary. Okay, ഇത് റിലീസ് ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ഓവറി. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണെങ്കിൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് ആരാണ്? ഓവറിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് ഈസ്ട്രോജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെമ്മറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് ഫീമെയിലിൽ നമുക്കറിയാം ബ്രസ്റ്റിനകത്ത് മെമ്മറി ഗ്ലാൻഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ബിഗിൻ ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതും ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഈസ്ട്രോജൻ ഇൻ കേസ് ഓഫ് ഫീമെയിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം എന്താണ് ഹോർമോൺസ് എന്ന്. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ്. ദീസ് ആർ സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം. ദ ഹോർമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെനി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇത്തരത്തിലുള്ള ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യുന്നത് ആരാണ്? അതിന് ഗ്ലാൻഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെർട്ടൻ ഗ്ലാൻഡ്സ് ആണ്, ദറ്റ് ഈസ് ഗ്രന്ഥി. ഓക്കെ, ദീസ് ഗ്ലാൻഡ്സ് ഇങ്ങനെയുള്ള ഹോർമോൺസിനെ ആരാണോ സെക്രീറ്റ് ചെയ്യുന്നത്, വിച്ച് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. വട്ട് ഈസ് കോൾഡ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ENDOCRINE, endocrine glands. The hormones are chemical substances. These are secreted by endocrine glands. Okay, very important ആണ്. അപ്പോൾ once again endocrine glands. Okay, then what's about next, moving to the role of hormones in initiating reproductive function. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എന്താണ് ഹോർമോൺ എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് മെയിലും ഫീമെയിലും നടക്കുന്ന സെക്കൻഡറി സെക്ഷൽ ചേഞ്ചസ് എന്നും നമുക്ക് മനസ്സിലായി. സോ ലെറ്റ് us want to move to the role of hormones. ഓക്കെ, നമുക്കിനി ഈ പറഞ്ഞ ഈ രണ്ട് ഹോർമോണുകളെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞു. വാട്ട് ഈസ് ദാറ്റ്? വൺസ് അഗെയിൻ, ദാറ്റ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻ മെയിൽ ആൻഡ് estrogen in female. What is the function of these hormones? We want to study what is the function of these hormones. Okay, so in the endocrine glands produce hormones to bloodstream. Through the bloodstream it reaches to the body part or target where it act. Okay, what's the function? That is, these endocrine glands produce these hormone into bloodstream. ഈ endocrine glands എങ്ങോട്ടാണ് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവർ നേരെ ഈ ഹോർമോൺസിനെ എവിടേക്ക്? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്. നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ടുള്ള ഒരു ലിക്വിഡാണ് അല്ലേ ഏത്? ബ്ലഡ് എന്ന് പറയുന്നത്. ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് ബ്ലഡ് എപ്പോഴും എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബ്ലഡ് ആണെങ്കിലോ എല്ലാ ബോഡി പാർട്ടിലും എത്തുന്നുണ്ട് അല്ലേ? സോ ഈ ബ്ലഡ് സ്ട്രീമിലൂടെ അത് ഏതാണോ ഏത് ബോഡി പാർട്ടിലാണോ ഈ ഹോർമോൺ ആവശ്യമുള്ളത് അവിടെ മാത്രം എത്തുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടാർഗറ്റ് സൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മീൻ ബൈ ടാർഗറ്റ്? മനസ്സിലായോ?
നമ്മുടെ ഈ ഹോർമോണിന് എവിടെയാണോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ ഉള്ളത്, അതിൻ്റെ ആക്ഷൻ ആവശ്യമുള്ള ആ സ്പെസിഫിക് ബോഡി പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത്. The endocrine glands produce hormone into bloodstream. Through bloodstream it reaches into the body part or target where it acts. എവിടെയാണോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആവശ്യമുള്ളത് അവിടേക്ക് ബ്ലഡ് സ്ട്രീം വഴി ഈ ഹോർമോൺ എത്തുന്നു. ദെൻ ഇറ്റ് ആക്ട് ഓൺ ദി ടാർഗറ്റ്, അത് ടാർഗറ്റ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, then what is the next point? Sex hormones, that is we know that testosterone and estrogen are produced by endocrine glands called testis and ovary. Okay, നമുക്കറിയാം അല്ലേ, മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റിസ് ആണ്. ആൻഡ് ഈസ്ട്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി. സോ the testis and ovary are the endocrine glands. Okay, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻ ദ കേസ് ഓഫ് സെക്സ് ഹോർമോൺസിൻ്റെ കേസിൽ അവരുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? ടെസ്റ്റിസും ആണ്, ഓവറിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് വി മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. Sex hormones are under the control of hormones from the pituitary gland. Okay, next we are dealing with another gland, that is pituitary gland. Okay, നമ്മൾ പറഞ്ഞു ഈ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആൻഡ് ഓവറി ആണ് റെസ്പെക്റ്റീവ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവരെയും കൺട്രോൾ ചെയ്യുന്നത്, ഓക്കെ, ഇവരുടെ ഈ ടെസ്റ്റിസിൻ്റെയും ഓവറിൻ്റെയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും ഈസ്ട്രോജനെയും പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്, ഓക്കെ, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ആരാണ്? അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഈ ടെസ്റ്റിസിൻ്റെയും ഓവറിയുടെയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, these sex hormones are under the control of hormones from the pituitary gland. Pituitary gland പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസിൻ്റെ കൺട്രോളിലാണ് ഈ ടെസ്റ്റിസിൻ്റെയും ഓവറിയുടെയും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അവരുടെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ അണ്ടർസ്റ്റുഡ്. സോ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് സിംബലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് സിംബലൈസ് ചെയ്യാം. Hormones from the pituitary gland. Pituitary stimulate the testis and ovary to release testosterone in male and estrogen in female. ഓക്കെ, എന്താണ് അവിടെ നടക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഹോർമോൺസ് ആണ് മെയിലിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും ഫീമെയിലാണെങ്കിൽ ഈസ്ട്രോജൻ്റെയും പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിന്നെ എന്ത് ചെയ്യും? റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് റീച്ച് ഇൻ ടു ദ ടാർഗറ്റ്സ് സൈറ്റ്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ചില ഹോർമോൺസ് നേരെ വന്നിട്ട് നമ്മുടെ ഓവറിക്കും ടെസ്റ്റിസിനും ഒരു സ്റ്റിമുലസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ കൊടുത്തു. എന്തിന്? ടെസ്റ്റോസ്റ്റിറോണിനെയും ഓവേനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലസ് കൊടുത്തു. അത് കേട്ടതും നമ്മുടെ ഓവറിയും അതുപോലെ തന്നെ ടെസ്റ്റിസും എന്തിനെ റിലീസ് ചെയ്തു? ടെസ്റ്റോസ്റ്റിറോണിനെയും അതുപോലെ തന്നെ ഓവേനെയും ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്തു. റിലീസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം ആൻഡ് റീച്ച് ഇൻ ടു ദ ടാർഗറ്റ് സൈറ്റ്. അങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ എത്തും? എവിടെയാണോ ടാർഗറ്റ്, ആ ടാർഗറ്റ് സൈറ്റിലെത്തി. ഓക്കെ, സ്റ്റിമുലേറ്റ് ചേഞ്ചസ് ഇൻ ദ ബോഡി ബൈ ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ഓൺസെറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ബോഡിയിൽ ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്നു. ഓക്കെ, ദാറ്റ്സ് എബൌട്ട് ദ ഹോർമോൺസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഹോർമോൺസിനെ പറ്റി പറയുന്നതിനുള്ളത്. നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് ഇൻ ഹ്യൂമൻസിലെ റീപ്രൊഡക്റ്റീവ് ഫേസിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് ഇൻ ഹ്യൂമൻസിലെ റീപ്രൊഡക്റ്റീവ് ഫേസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ലെറ്റ് us begin. By the onset of puberty, ovary begin to produce ova and testis will produce sperm. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നതാണ്. എന്താണ്? പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ എന്താണ് ഓവറിയിൽ നിന്ന് ഓവ പ്രൊഡ്യൂസ് ചെയ്യും ഫീമെയിൽ, ടെസ്റ്റിസ് വിൽ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, പിന്നെന്താ നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ? പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമറ്റ്സ് ആൻഡ് മെച്ചുറേഷൻ ലാസ്റ്റ് ഇൻ മെയിൽ ദാൻ ഫീമെയിൽ. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമറ്റ്സ് ആൻഡ് മെച്ചുറേഷൻ. ഇനി മെയിലിനെയും ഫീമെയിലിനെയും പ്യൂബർട്ടിയുടെ സമയത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഗ്യാമെറ്റ്സിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ മെച്ചുറേഷനും കൂടുതൽ സമയം ഗ്യാമെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടുതൽ സമയം മെച്ചുവറായി നിൽക്കുന്നതും ആരാണ്? മെയിലാണ്. ഓക്കെ, മെയിലാണ് ഫീമെയിലിനേക്കാൾ കൂടുതൽ എന്താണ് ഗ്യാമെറ്റ്സിനെ കൂടുതൽ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ വയസ്സായി കഴിഞ്ഞാലും വയസ്സ് കൂടുതലായിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ മെയിലിനായിരിക്കും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതൽ ദാൻ ദി ഫീമെയിൽ. ഓക്കെ, ഫീമെയിലിനേക്കാൾ കൂടുതൽ റീപ്രൊഡക്റ്റീവ്ലി ഏബിൾ ആയിട്ടുള്ളത് മെയിലാണ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഫീമെയിൽ? ഫീമെയിലിൽ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അവർ ഫിസിക്കലി മെച്യൂർ ചെയ്യുന്നത് 10 to 12 years, 10 മുതൽ 12 വയസ്സ്. അത് വേരി ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും ബോഡിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അനുസരിച്ചിട്ട്, ഫിസിക്കൽ നേച്ചർ അനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. അപ് ടു 15 വയസ്സ് വരെയൊക്കെ പോവാറുണ്ട്. ഓക്കെ, 10 to 12 years ആകുമ്പോഴാണ് അവരിൽ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? ഓവ ബിഗിൻ ടു മെച്യൂർ. ആ സമയത്ത് അവരുടെ ഫീമെയിലിൻ്റെ ബോഡിയിലുള്ള ഓവ മെച്യൂർ ആവും. ഓവ മെച്യൂർസ് ആൻഡ് റിലീസ് from each ovaries during a regular period, that is 20 to 30 days alternatively. Okay, അതായത് ഓവ ബിഗിൻ ടു മെച്യൂർ. ഈ സമയത്ത് ഗേൾസിൽ എന്ത് ചെയ്യും? ഓവ മെച്യൂർ ആവും. ഏതാണ് ഏജ്? 10 to 12 years. ഓക്കെ, പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്ത് എന്ത് ചെയ്യും? ഗേൾസിൽ നമുക്കറിയാം ഫീമെയിൽസ് ഹാവ് 2 ovaries. അവരിൽ 2 ovaries ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓവറിയിൽ നിന്നും ഓരോ 28 or 30 28 അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഒരു ഓവറി ആദ്യത്തെ ഒരു മാസം എന്ത് ചെയ്യും? ഓവ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഓവർ റിലീസ് ചെയ്തു എങ്കിൽ നെക്സ്റ്റ് മന്ത് ആരായിരിക്കും? ദ നെക്സ്റ്റ് ഓവറി വിൽ പ്രൊഡ്യൂസ് ആൻഡ് റിലീസ് ദി നെക്സ്റ്റ് ഓവ. ഓക്കെ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അവർ ഓവ പ്രൊഡ്യൂസ് ചെയ്യും റിലീസ് ചെയ്യും ചെയ്യുന്നു. ദെൻ wall of uterus become thick to receive egg. ഓക്കെ, അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ ഓവർ റിലീസ് ചെയ്യുന്ന ഇതേ സമയത്ത് തന്നെ ഫീമെയിലിൻ്റെ ബോഡിയിൽ നമുക്കറിയാം നെക്സ്റ്റ് ഓർഗൻ ഓഫ് എ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് യൂട്രസ്. ഓക്കെ, യൂട്രസ് ആണ് മറ്റൊരു ഓർഗൻ. ഈ യൂട്രസിന് ഉള്ളിൽ ഒരുപാട് ലൈനിങ് ഉണ്ട്. അതിൻ്റെ വോൾ എന്ന് പറയുന്നത് വളരെ കട്ടിയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓവേനെ പിക്ക് ചെയ്യുന്നതിന് മാത്രം അല്ലെങ്കിൽ ഓവേനെ നറിഷ് ചെയ്യുന്നതിന് മാത്രം, അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് മാത്രം നല്ല സ്ട്രെങ്ത് വേണം ഈ യൂട്രസിൻ്റെ വോളിന്. അതിനു വേണ്ടിയിട്ട് ഈ സമയം കൊണ്ട് യൂട്രസിൻ്റെ വോൾ എന്തായിട്ട് മാറും? തിക്കൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വോൾ ഓഫ് ദ യൂട്രസ് ബിക്കം തിക്ക് ടു റിസീവ് എഗ്. എഗ്ഗിനെ റിസീവ് ചെയ്യാൻ മാത്രം യൂട്രസിൻ്റെ വോൾ തിക്കൻ ചെയ്യും. ഈ ഫെർട്ടിലൈസേഷൻ ഒക്കർ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ഒക്കർ വിത്തിൻ ദ യൂട്രസ്. ഓക്കെ, ഇനി എങ്ങാനും ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ സ്പേമുമായിട്ട് കൂടിയിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു എങ്കിൽ ഉണ്ടാവുന്ന ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ്, സൈഗോട്ട് മാറി എംബ്രിയോ മാറി ഫീറ്റസ് ആവും. നമുക്കറിയാമല്ലോ ആ ഡെവലപ്മെൻറ്റ്. ആ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എവിടെയാണ്? ഈ യൂട്രസിൻ്റെ അകത്തായിരിക്കും. ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്യർ, ദ റിലീസ്ഡ് എഗ് thickened lining of uterus along with the blood vessels are shed off. Which is the reason for monthly bleeding in women called menstruation. ഓക്കെ, അപ്പം നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നാലുള്ള കേസ് പറഞ്ഞു, ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കും. ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്യർ. ഫെർട്ടിലൈസേഷൻ നടന്നില്ല വിചാരിക്കുക. ഓക്കെ, സ്പേം വന്നില്ല, സോ ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഈ റിലീസ് ചെയ്യണ എഗ്ഗ് ഉണ്ടല്ലോ, ആ എഗ്ഗും അതുപോലെ തന്നെ ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെ വോൾ ഇനി തിക്കൻ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് നടക്കുന്നില്ല. സോ ഈ ഫീറ്റസിൻ്റെ ലെയേഴ്സ് ഷെഡ് ഓഫ് ചെയ്യും, അത് പൊഴിഞ്ഞു വീഴും. ആ പൊഴിഞ്ഞു വീഴുന്ന യൂട്രസിൻ്റെ വോളും അതുപോലെ തന്നെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എഗ്ഗും പിന്നെ ബ്ലഡ് സ്ട്രീമും ബ്ലഡ് വെസൽസും എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോവും. അവ ബോഡിയിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പോൾ അതൊരു ബ്ലഡ് ഫ്ലോ ആയിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്. ദാറ്റ് ബ്ലഡ് ഫ്ലോ ഈസ് കോൾഡ് മെൻസ്ട്രേഷൻ. അത് നടക്കുന്നതും ഇതേ പീരീഡിൽ തന്നെയാണ്, 20 to 30 days ആഫ്റ്റർ ആണ് നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് മെൻസ്ട്രേഷൻ? ഓക്കെ, സ്പെല്ലിംഗ് പഠിക്കണം. MENSTRUATION. Okay, that is menstruation. If fertilization does not occur, the released egg, thickened lining of uterus along with the blood vessels are shed off.
which is the reason for the monthly bleeding in women are called menstruation. Okay. And അപ്പോൾ അങ്ങനെ ഫീമെയിലിൽ ഉണ്ടാവുന്ന പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവുന്ന ആ മെൻസ്ട്രേഷനെ അല്ലെങ്കിൽ ആ മെൻസ്ട്രൽ ഫ്ലോനെ അതിനെയാണ് എന്ത് പറയുന്നത്? മെനാർക്ക്. എന്താണ് പറയുന്നത്? മെനാർക്ക്. MENARCHE മെനാർക്ക്. വിച്ച് ഈസ് ഒക്യൂറിങ് ഇൻ ദ ഏജ് ഓഫ് 10 to 12 years. ഓക്കെ, ഒരു 10 മുതൽ 12 വയസ്സ് വരെയൊക്കെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ആ പീരീഡിലാണ് തുടങ്ങുന്നത്. ആ ഫസ്റ്റ് മെൻസ്ട്രൽ ഫ്ലോവിന് പറയുന്ന പേരാണ് മെനാർക്ക്. ആൻഡ് ദ സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രൽ ഫ്ലോ ദാറ്റ് ഈസ് കോൾഡ് മെനോപോസ്. MENOPAUSE menopause. Okay, that is occurring in the age of 45 to 15 years. Okay, അതായത് ഫസ്റ്റ് തുടങ്ങുന്ന മെൻസ്ട്രൽ ഫ്ലോ മെൻസ്ട്രേഷനെ മെനാർക്ക് എന്നും സ്റ്റോപ്പ് ചെയ്യുന്നത് ഫീമെയിലിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഏകദേശം 45 മുതൽ 50 വയസ്സ് വരെ ആയിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? മെനോപോസ്. ഓക്കെ, മെനോപോസ് എന്ന് പറയുന്നത്. After the menopause കഴിഞ്ഞു കഴിഞ്ഞാൽ then the female do not give the ability to give birth to child. ഓക്കെ, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിന്നീട് ചൈൽഡിന് ബർത്ത് കൊടുക്കുന്നതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കില്ല. കാരണം അവരിൽ പിന്നീട് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, then how is the sex of the baby determined? Next we are moving to the next portion, that is how is the sex of the babies determined. നിങ്ങൾക്ക് എല്ലാവരും ക്യൂരിയസ് ആണോ? ഉണ്ടാവുന്ന നമുക്കറിയാലേ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9 and few weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദേ ഗിവ് ബർത്ത് ടു എ യങ് ബേബി. ഓക്കെ, ഒരു ബേബിക്ക് അവർ ജന്മം കൊടുക്കും. അപ്പോൾ അത് നമ്മൾ വി ആർ വെരി ഈഗർ ടു ഹിയർ വാട്ട് ഈസ് ദ സെക്സ്. ഈസ് എയ്തർ ബോയ് ഓർ ഗേൾ. ഓക്കെ, നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയുന്നത്? അല്ലെങ്കിൽ ഈ ബോയിനെയും ഗേളിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് നമുക്കറിയണ്ടേ? സോ ലെറ്റ് us want to see. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, fertilized egg contain thread-like structures called chromosomes. ഓക്കെ, അത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടേം പഠിക്കണം, അതാണ് ക്രോമസോം. വാട്ട് ഈസ് ക്രോമസോം? ഈ വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും മുൻപ് തന്നെ. ഇറ്റ്സ് നോട്ട് എ നോവൽ വേർഡ്. ഇതൊരു നോവൽ വേർഡ് അല്ല. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്രോമസോം? ഫെർട്ടിലൈസ്ഡ് എഗ് കണ്ടെയ്ൻ ത്രെഡ്-ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ക്രോമസോം. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ അത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് സൈഗോട്ടാണ്. സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടുള്ള സൈഗോട്ടിൽ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. നൂല് പോലെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോമസോംസ്. എന്താ പറയുന്നത്? ക്രോമസോംസ്. വിച്ച് ഗീവ് ഇൻസ്ട്രക്ഷൻ ഫോർ ഡിറ്റർമിനിങ് ദ സെക്സ് ഓഫ് ദ ബേബി. അതാണ് ഏത് സെക്സ് ആവണം, കുഞ്ഞ് മെയിൽ ആവണോ ഫീമെയിൽ ആവണോ എന്നതിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ദാറ്റ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് വിച്ച് ആർ കോൾഡ് ക്രോമസോംസ്. ഓക്കെ, നമുക്ക് എന്താണ് ക്രോമസോം എന്നൊന്ന് നോക്കാം. ക്രോമസോംസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ഈച്ച് സെൽ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഓരോ സെല്ലിനകത്തും എന്തുണ്ട്? ദ മോസ്റ്റ് important part is that is nucleus. Within the nucleus there is so many thread like structures are called chromosomes. Okay, ഓരോ സെല്ലിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിനകത്ത് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോമസോംസ്. ഹ്യൂമൻ ഹാവ് 23 പെയർ ക്രോമസോംസ്. ഔട്ട് ഓഫ് ദീസ് 2 that is 1 pair are called sex chromosome, X and Y. ഓക്കെ, അങ്ങനെ ഹ്യൂമനിലാണെങ്കിൽ മനുഷ്യരിൽ ഏകദേശം ഓരോ സെല്ലിനകത്തും എത്രയുണ്ട്? 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ദാറ്റ് ഈസ് 46 ഇൻ നമ്പർ. 46, അതായത് 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട് ഈ ന്യൂക്ലിയസിനകത്ത്. ഇതിൽ ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രണ്ണാണ്? 2 എണ്ണം. ആ ഒരു പെയറിനെയാണ് എന്ത് പറയുന്നത്? സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അതിലെല്ലാതുമില്ല, എല്ലാറ്റിനെയും ഓട്ടോസോംസ് എന്നാണ് പറയുന്നത്. അതിലാകെ ഒരു പെയറുണ്ട്, ഒരു സ്പെഷ്യൽ പെയറുണ്ട്. ആ പെയറാണ് സെക്സ് ക്രോമസോം. ഓക്കെ, ആ പെയർ ഒന്നില്ലെങ്കിൽ XX ആയിരിക്കും, അല്ലെങ്കിൽ YY അല്ലെങ്കിൽ XY ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ XX അല്ലെങ്കിൽ XY ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ക്രോമസോം എന്താന്ന് പറഞ്ഞു, അതിൽ സെക്സ് ക്രോമസോമും നമുക്ക് മനസ്സിലായി. ഇനി ഫീമെയിൽ ഹാസ് 2 ക്രോമസോംസ്. ഇനി ഒരു ഫീമെയിലിൻ്റെ ബോഡിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഫീമെയിലിൻ്റെ ബോഡിയാണെന്ന് വിചാരിക്കുക.
ആണെങ്കിൽ ആ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് 22 പെയർ ഒരുപോലെ ആയിരിക്കും. പക്ഷേ മറ്റൊരു സിംഗിൾ പെയർ ഉണ്ടെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സെക്സ് ക്രോമസോം. ആ സെക്സ് ക്രോമസോം XX ആയിരിക്കും. ആ പെയർ എങ്ങനെയായിരിക്കും? XX ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിലാണെങ്കിലോ, മെയിൽ ഹാസ് 1X and Y ക്രോമസോം. മെയിലാണെങ്കിൽ ആ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിൽ 22 പേരും ഒരുപോലെ. ഓട്ടോസോംസ് ആണെങ്കിൽ 23ാമത്തെ പെയർ എന്താണ്? XY എന്ന് പറയുന്ന സെക്സ് ക്രോമസോമാണ്. ഓക്കെ, അതാണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള വ്യത്യാസം. മെയിലിൽ XX ക്രോമസോം ആണെങ്കിൽ ഫീമെയിലിൽ XX ക്രോമസോം ആണെങ്കിൽ മെയിലിൽ കാണുന്നത് XY ക്രോമസോമാണ്. ഇനി ഫീമെയിൽ നമുക്കറിയാം, ഫീമെയിലിൽ ഓവറിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ ഗ്യാമറ്റ് എന്ന് പറയുന്നത് ഓവയാണ്. ഈ ഓവയുടെ പ്രത്യേകത എന്താണ്? ഓവ എന്ന് പറയുന്നത് ഒരു സെല്ല് തന്നെയാണ്. പക്ഷേ ആ സെല്ലിൽ 23 പെയർ ഓഫ് ക്രോമസോം കാണുന്നില്ല അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഒരു 23 പെയറില്ല, അതിൽ ഒരു ഗ്യാമറ്റ് കുറവായിരിക്കും. ഓക്കെ, അതിലൊരു സിംഗിൾ എക്സ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഓക്കെ, ആ സെല്ലിനകത്ത് ഒരു സിംഗിൾ സെക്സ് ക്രോമസോമിൽ എക്സ് എന്നില്ല, വെറും എക്സ് മാത്രമേ ഉണ്ടായിരിക്കൂ. എഗ് ഓർ ഓവ ഹാസ് സിംഗിൾ എക്സ് ക്രോമസോം. എഗ്ഗിനകത്ത് എന്താണ്? ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അതാണ്. ഇനി നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും, ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് എന്ന് പറയുന്ന ടേമൊക്കെ പഠിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ദെൻ മെയിൽ പ്രൊഡ്യൂസ് ദ അനദർ ഗ്യാമറ്റ്. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമറ്റ് നമുക്കറിയാം സ്പേം. ഓക്കെ, സ്പേമിലും ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോമസോമേ ഉണ്ടായിരിക്കും. ഓക്കെ, അതും പെയർ ചെയ്യാത്ത ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഒരു ക്രോമസോം ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് എക്സ് ഓർ വൈ. അത് ഒന്നില്ലെങ്കിൽ എക്സ് ആവാം, അല്ലെങ്കിൽ വൈ ആവാം. ഓക്കെ, മെയിലിന് 2 ചാൻസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ എക്സ് ആവാം, അല്ലെങ്കിൽ വൈ ആവാം. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷനിലേക്ക് വരാം. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ എഗ്ഗ് ഉണ്ട് അല്ലേ, എഗ്ഗ് സ്പേമിനെ റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട്. എഗ്ഗിൽ എപ്പോഴും ഏത് ക്രോമസോമേ ഉണ്ടായിരിക്കൂ? ഒരു സിംഗിൾ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന വരുന്ന മെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള സ്പേം വരുന്നത് വൈ ക്രോമസോമും കൊണ്ടാണെങ്കിൽ, അതിൽ വൈ ക്രോമസോമാണ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് X+Y ഗീവ്സ് ടു XY എന്ന് പറയുന്നത് ഉണ്ടാവും, ദാറ്റ് ഈസ് ക്രോമസോം മെയിൽ. ഓക്കെ, അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? മെയിലായിരിക്കും ഫോം ചെയ്യുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത്, ബേബി മെയിലായിരിക്കും. ഇനി നമ്മുടെ ഓവം, നമ്മുടെ എഗ്ഗ് ഏതാണ്? എക്സ് തന്നെയാണ്. വരുന്നതും എക്സ് ആണ്. മെയിലിൽ നിന്ന് വരുന്ന ക്രോമസോമും എക്സ് ആണെങ്കിൽ X+X ഗീവ്സ് ടു XX ക്രോമസോം, ദാറ്റ് ഈസ് ഫീമെയിൽ. ഓക്കെ, വരുന്ന സ്പേമിലുള്ളതും എക്സ് ക്രോമസോമാണ്, നമ്മുടെ എഗ്ഗിലുള്ളതും എക്സ് ആണ്. സോ ബോത്ത് ആർ മിക്സിംഗ് ആൻഡ് ടു ഫോം XX ക്രോമസോം, ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിംഗ് ബർത്ത് ടു ഫീമെയിൽ ബേബി. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഫീമെയിൽ ബേബി ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്? ബോത്ത് ഇൻ കേസ് ഓഫ് ബോത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. മനസ്സിലായല്ലോ? ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വില്ലേജസിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഫീമെയിലാണ്, അതായത് അമ്മയാണ് കുഞ്ഞിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന്. അതായത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളാണ് എപ്പോഴും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ വീടുകളിൽ കാണാറില്ലേ, ഒരു 2, 3, 4 മക്കൾ കണ്ടിന്യൂസ് ആയിട്ട് പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എപ്പോഴും പെൺകുട്ടിയെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു പഴി പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ 2, 3, 4 ആൺകുട്ടികളാണെങ്കിൽ ഈ സ്ത്രീക്ക് എപ്പോഴും ആൺകുട്ടികളെ ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാറുണ്ട് അല്ലേ. പക്ഷേ ഈസ് ആൻ അട്ടർ നോൺസെൻസ്. ഓക്കെ, ഇതൊരു അട്ടർ ആയിട്ടുള്ള ഒരു നോൺസെൻസ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചു എന്താണ്, ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഫീമെയിലിൽ എപ്പോഴും എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, മെയിലിനാണ് എക്സും വൈയും ഉള്ളത്. അപ്പം മെയിലിൽ നിന്ന് ഏതാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ബേബിയുടെ സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ മെയിൽ പാരൻറ്റ് ഓർ ദ ഫാദർ ഈസ് ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ബേബിയുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? പ്യുവറായിട്ടും ആരാണ്? ഫാദറാണ്. മദറിന് അതിൽ പ്രത്യേകിച്ച് ഒരു റോള് വരുന്നില്ല. സോ ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പഴി പറയുന്നത്, സ്ത്രീകളെ പറയുന്നത് കേട്ടാൽ, സോ യു ഷുഡ് റൈസ് യുവർ വോയിസ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വോയിസ് അതിനെതിരെ റൈസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിലോ
അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയണം ദിസ് ഈസ് ഇൻകറക്റ്റ്, വി നോ ദാറ്റ് ദ കറക്റ്റ് വേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, therefore the sex of the baby is determined by the chromosome of the father. The mother is responsible for the sex of her baby is completely wrong. ഓക്കെ, കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് അബൌട്ട് ദ സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്നുകൂടി ലെറ്റസ് റിവൈസ്, നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്? വി ആർ so now today we are dealt with the second class of reaching the age of adolescence, where we dealt about what are the secondary sexual characters. Both the case of girls and boys we understood, and also deal with the secondary sexual characters and knowing about the hormones testosterone and female hormone estrogen. Then what about the pituitary gland and their function is also mentioned. Then we are also deal with the reproductive phase of life in humans, what is occurring, the procedures or the process that occurring in female body, and also deal with the what is menstruation, what is menarche, what is menopause, and their age also is determined. And finally we are moving to the how the sex of the baby is determined. Okay, what's the biology behind the sex of the baby is already determined, where we deal with another term that is chromosome, and we know that know something about chromosome and their numbers, and also knowing about sex chromosome, that is XX in female and XY in male, and the formation of male and female offspring. Okay, what's the biology or what's the thing behind the formation of sex of the newborn baby. And we also now, or we are now realize the fact that the sex of the baby is determined by the male parent or father. Okay, the responsibility of female in this is very less or nothing. No responsibility have female on this process. Okay, so that's about today. I think all of you are clear it very well. So study it very well once again. If you have any doubt, please share with me. So let us wind up this session and see you guys. See you in next class. Okay, thank you.